അർജുനും മിഥുനും കാട്ടിക്കൊടുത്ത ഓരോ തെളിവുകളും വിശദമായി പരിശോധിക്കുകയാണ് ലക്ഷ്. കൂടെ ഗൗതമുണ്ട്. അർജുൻ തുടർന്നു, ലക്ഷ്, ഇതിൽ മിക്ക വീഡിയോസിലും തൻ്റെ അപ്പച്ചിയുടെ മകൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? മഹേഷ്. അവനെ ഈ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരിടത്ത് നമുക്ക് കാണാൻ പറ്റും ഇവൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ കൈ കയറി പിടിക്കുന്നുണ്ട്. അതുമല്ല, കൃത്യം നടന്ന ദിവസം ഇവനും ഈ സെക്യൂരിറ്റിയും തമ്മിൽ വൈകുന്നേരം എന്തോ ഒന്ന് സംസാരിക്കുന്നത് കൂടി കാണാം. അതുമല്ല, ഇയാളുടെ വണ്ടി പാർക്ക് ഏരിയയിൽ നിന്നും അന്നേ ദിവസം 7 മണി കഴിഞ്ഞിട്ടും പുറത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ആ സെക്യൂരിറ്റി ഈ കുട്ടിയോട് 7 മണി സമയത്ത് എന്തോ വന്ന് പറയുന്നതും അത് കഴിഞ്ഞ് ആ കുട്ടി കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്ത് പോകുന്നതും കാണാം. കുട്ടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നിൻ്റെ അച്ഛൻ്റെ ക്യാബിനിലേക്കാണ്. പക്ഷെ അങ്കിള് നേരത്തെ ക്യാബിൻ ക്ലോസ് ചെയ്ത് സെക്യൂരിറ്റിയുടെ കയ്യിൽ കീ കൊടുക്കുന്നതും പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുന്നതും അങ്കിളിൻ്റെ കാർ ഗേറ്റ് കടന്നത് പോകുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാൻ പറ്റും. ഇനി നമുക്ക് ഉത്തരം കിട്ടേണ്ടത് സെക്യൂരിറ്റി, മഹേഷ്, ഇവരിൽ 2 പേരിൽ നിന്നുമാണ്. അതുപോലെ 7:15 ഒരു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നതും കാണാം. പക്ഷെ ആളെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോസും ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. നിനക്ക് പരിചയമുള്ളതാണോ ഈ കാർ? അർജുൻ ലക്ഷിനോടെന്ന പോലെ ചോദിച്ചു. നോ ഐഡിയ, ലക്ഷ് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഒരു മാർഗമേ ഉള്ളൂ, ആ സെക്യൂരിറ്റി അവനിട്ട് ശരിക്കും പൊട്ടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ആലോചിക്കാം. അർജുൻ പറഞ്ഞതൊക്കെയും കേട്ടതും ലക്ഷ് തലയനക്കി. അന്ന് തന്നെ 4 പേരും കൂടി സെക്യൂരിറ്റിയെ പൊക്കി ശരിക്കും പഞ്ഞിക്കിട്ടു. 45 അടുത്ത് പ്രായം തോന്നിക്കുന്ന വ്യക്തിയായിരുന്നു അയാൾ. അടികിട്ടി ഒരു പരുവത്തിലായ അയാൾക്ക് മുന്നിൽ തെളിവുകൾ കൂടി നിരത്തിയതോടെ അയാൾ മഹേഷ് പറഞ്ഞിട്ടാണ് ഷാരിയ മഹാദേവൻ സാറിൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതെന്നും മഹാദേവൻ സാർ ഓഫീസിൽ നിന്നും പോവാൻ നേരം ഷാരിയോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിരുന്നുവെങ്കിലും മഹേഷ് സാറിൻ്റെ നിർബന്ധപ്രകാരം അവളോടത് പറഞ്ഞില്ല എന്നും അയാൾ ലക്ഷ്നോട് പറഞ്ഞു. പിന്നെ ഒന്നും തനിക്കറിയില്ല എന്ന് സെക്യൂരിറ്റി പറഞ്ഞതും ഇനി അടുത്ത വഴി മഹേഷിനെ പൊക്കുക എന്താണെന്ന് എല്ലാവരും കൂടി ഉറപ്പിച്ചു. പിറ്റേന്ന് മഹേഷിനെയും നൈസായിട്ട് പൊക്കി. പക്ഷേ ലക്ഷ്മിൻ്റെ നിർദ്ദേശപ്രകാരം അവരാരും അവൻ്റെ മേലെ കൈവച്ചിരുന്നില്ല. രജനിയപ്പച്ചിയുടെ മകനാണെങ്കിലും ആളൊരു നൈസ് പേഴ്സൺ ആയിട്ടാണ് ലക്ഷ്മിന് തോന്നിയത്. അതുമല്ല, രണ്ടാളും തമ്മിൽ അത്യാവശ്യം നല്ല ബന്ധവും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഗുണ്ടാ താവളത്തിൽ കൊണ്ടുവന്ന് തന്നെ കെട്ടിയിട്ടത് എന്തിനാണെന്നൊക്കെ അവൻ ആരോടൊന്നില്ലാതെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മുന്നിൽ ലക്ഷ് വന്ന് നിൽക്കുന്നത്. അവനെ കണ്ട മഹേഷ് ഒന്ന് പതറി. എന്താ ലക്ഷ് ഇത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ അഴിച്ചുവിട്, നിനക്കെന്താ ഭ്രാന്താണോ ലക്ഷ്? മഹേഷ് ലക്ഷിനോട് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. പറയാം മഹി, നീ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എല്ലാത്തിനും കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടിയാൽ ഞാൻ തന്നെ മഹിയെ വീട്ടിൽ കൊണ്ടുവിടാം. ലക്ഷ്, നീ പോലീസ് കളിക്കാതെ കാര്യം പറയാൻ നോക്ക്, മഹി ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. പറയാടോ, ഒന്ന് സമാധാനപ്പെടും എന്നും പറഞ്ഞ് ലക്ഷ് അവൻ്റെ ഫോണിൽ നിന്നും ഷാരിയുടെ ഫോട്ടോ എടുത്ത് മഹിക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഈ കുട്ടിയെ മഹിക്ക് അറിയോ? ആ ഫോട്ടോ കണ്ടത് മഹേഷിൻ്റെ മുഖം ചെറുതായൊന്ന് പതറി. അത് ലക്ഷ് ശ്രദ്ധിക്കുകയും ചെയ്തു. എനിക്കെങ്ങനെ അറിയാനാണ്? പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞു. ശരി, എന്നാൽ മഹി ഇതൊന്ന് കണ്ടു നോക്കൂ എന്നും പറഞ്ഞു CCTV ദൃശ്യങ്ങളൊക്കെയും അവന് കാണിച്ചു കൊടുത്തതും അവൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. ഈ കുട്ടി തന്നെയല്ലേ ആ കുട്ടി? അല്ലേ മഹി? അല്ല, ഇനി എൻ്റെ കണ്ണിന് വല്ല കുഴപ്പവും? ലക്ഷ് മഹിക്കിട്ട് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. മഹി നന്നായി വിയർക്കുന്നുണ്ടല്ലോ, ലക്ഷ് അല്പം പുച്ഛത്തോടെ പറഞ്ഞു. കഴിഞ്ഞില്ല മഹി, ഇനി ഇതൊന്നു കൂടി താൻ കേട്ടു നോക്കിയെന്ന് പറഞ്ഞു ശിവാനി കേൾപ്പിച്ച ഓഡിയോ കൂടി അവന് കേൾപ്പിച്ചു. CCTV ഫൂട്ടേജിൽ നിന്നും അന്നേ ദിവസം മഹാദേവൻ്റെ ക്യാബിനിലേക്ക് മഹേഷ് പോകുന്നതും കൂടി കാണിച്ചു കൊടുത്തതും മഹിയുടെ മുഖം വിളറി വെളുത്തു. ഇനി പറ, മഹി എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ ക്യാബിനിലേക്ക് അന്ന് പോയത്? മഹി അച്ഛൻ്റെ വിശ്വസ്തനാണ്, ഓക്കെ, സമ്മതിച്ചു. ഓഫീസിലെ ഒരു ഹയർ ലെവൽ എംപ്ലോയർ ആണ്, ഓക്കെ, അതും സമ്മതിച്ചു. ബട്ട് അച്ഛൻ്റെ പെർമിഷൻ ഇല്ലാതെ ക്യാബിനിലേക്ക് ഒരാളും കയറാറില്ല. ഞാൻ പോലും. എൻ്റെ അച്ഛൻ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഷാരിക എന്ന പെൺകുട്ടിയെ ക്യാബിനകത്തേക്ക് മഹി എത്തിച്ചത്? പിറ്റേ ദിവസം ആ പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം പറയുന്നത് ക്രൂരമായ റേപ്പിന് ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നതാണ്. എന്തിനായിരുന്നു ഇതൊക്കെ? ആ കുട്ടി മഹിയോട് എന്ത് തെറ്റാണ് ചെയ്തത്? സ്വമനസാലെ തനിക്ക് വഴങ്ങാഞ്ഞിട്ടാണോ ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്തത്? ഈ തെറ്റിനുള്ള പ്രായശ്ചിത്തമാണോ കല്യാണം പോലും കഴിക്കാതെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒഴിവാക്കിയുള്ള ഈ ഏകാന്ത ജീവിതം? പറ മഹി, താനിതിന് എനിക്കൊരു ഉത്തരം നൽകിയേ പറ്റൂ. എനിക്കറിയണം ഇതിലെ സത്യാവസ്ഥ. കാരണം ഷാരികയുടെ അനിയത്തിക്ക്, അതായത് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇതിന് പിന്നിൽ ആരായാലും അവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരുമെന്ന്. എനിക്ക് വാക്ക് പാലിച്ചേ പറ്റൂ. കാരണം അവളോളം പ്രിയം എനിക്ക് മറ്റൊന്നില്ല. അവളുടെ മുന്നിൽ തെറ്റുകാരൻ ഇപ്പോൾ എൻ്റെ അച്ഛനാണ്. അതല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ മഹി. ഇനിയിപ്പോൾ മഹി നേരെ ചൊവ്വം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മഹിയുടെ മേലെ കൈവയ്ക്കേണ്ടി വരും. ലക്ഷ്യ പറഞ്ഞു നിർത്തിയതും മഹി ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്.
ലക്ഷ്മി ശിവാനിയെ എത്രത്തോളം പ്രിയമാണോ അത്രത്തോളം എനിക്കും എൻ്റെ ഷാരിയോട് ഇഷ്ടമുണ്ടായിരുന്നു. പ്രണയമായിരുന്നു അവളോട് എനിക്ക് ആദ്യമായും അവസാനമായും ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതവളാണ്, ഷാരിക മോഹൻ. ശരിയാണ്, ഈ തെളിവുകളൊക്കെയും വെച്ച് നോക്കിയാൽ അവളെ റേപ്പ് ചെയ്തതും കൊന്നതൊക്കെ ഞാനാണെന്നേ എല്ലാവരും പറയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഈ തെളിവുകളും ആരും കാണാതെ സൂക്ഷിച്ചതും. പക്ഷേ ഇതൊക്കെ ലക്ഷ്മി എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പ്രണയം മഹിക്ക്, അതും ഷാരികയോട്, അവളുടെ ശരീരത്തിനോടായിരിക്കും അല്ലേ? അതിന് കാമം എന്നാണ് മഹി പറയുന്നത്. ലക്ഷ് മനഃപൂർവ്വം അതെടുത്തിട്ടതാണ്. അത് കേട്ട മഹി ഒന്ന് പുഞ്ചിരിച്ചു. ലക്ഷ്മി ശിവാനിയോട് ഈ പറഞ്ഞ കാമാണെന്ന് ഞാൻ പറഞ്ഞാൽ താനത് നിഷേധിക്കുമോ അതോ ആക്സെപ്റ്റ് ചെയ്യുമോ? മഹി ലക്ഷ്മിനോട് സമാധാനപരമായി ചോദിച്ചു. സംശയം എന്താ, ഞാൻ നിഷേധിക്കും എന്ന് മാത്രമല്ല ആ പറഞ്ഞവൻ്റെ അണപ്പല്ല് ഞാൻ ഇടിച്ച് തെറിപ്പിക്കും. ഇതിപ്പോൾ സിറ്റുവേഷൻ ഇതായതുകൊണ്ടും മഹി ആയതുകൊണ്ടും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ശിവാനിയും ഞാനും കെട്ടിനു മുൻപേ ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു കട്ടിലിൽ കിടന്നവരാണ്. അവളോട് എനിക്ക് താൻ പറഞ്ഞ ആ സാധനമായിരുന്നല്ലേ ഇപ്പോൾ അവളുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞ് എന്നേ എൻ്റെ വീട്ടിലെ തൊട്ടിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു. ലക്ഷ്മിനോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല, അതിനെനിക്ക് പറ്റില്ലെന്നും അറിയാം. ആത്മാർത്ഥമായി പ്രണയിക്കാൻ ലക്ഷ്മനും ശിവാനിക്കും മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതിൽ കാണുന്നതിനും അപ്പുറം ഒരു മഹേഷും ഷാരികയും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ആഴത്തിലുള്ള പ്രണയമുണ്ടായിരുന്നു. എന്ത് ഭ്രാന്താണ് മഹി നീ പറയുന്നത്? എന്നിട്ടാണോ നീ അവളെ അന്ന് കടന്നു പിടിച്ചത്? അതും അവൾ ഒരുപാട് എതിർത്തിരുന്നു. അത് ഈ വോയിസ് ക്ലിപ്പിൽ നിന്ന് മനസ്സിലാവും. താൻ അവളെ കടന്നു പിടിച്ചപ്പോഴാണ് അവൾ പേടിച്ച് അതുപോലെയൊക്കെ വിളിച്ചു പറഞ്ഞത്. അതെ, ഞാൻ അവളെ കടന്നു പിടിക്കാൻ ചെന്നിരുന്നു, അത് സത്യമാണ്. അതിനെ അവൾ എതിർത്തിരുന്നതുമാണ്. പക്ഷെ നിങ്ങളൊക്കെ കരുതും പോലെ ഞാൻ അവളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. എൻ്റെ മേലെയുള്ള തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞതുമാണ്. വെറും ഇഷ്ടമായിരുന്നില്ല എനിക്ക് അവളോട്. ജീവിതത്തിൽ ഒരുമിച്ച് വേണമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചതുമാണ്. സംശയമുണ്ടെങ്കിൽ നീ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക് ലക്ഷ് എന്നും പറഞ്ഞ് മഹി ഷാരിയും അവനും ഒരുമിച്ച് എടുത്ത ചില ഫോട്ടോസും വീഡിയോസൊക്കെയും ലക്ഷിന് കാണിച്ചു കൊടുത്തു. ലക്ഷ് അത് കണ്ട് ഒരു നിമിഷം തറഞ്ഞുപോയി. തൻ്റെ കണക്ക് കൂട്ടലുകൾ പാടെ തെറ്റിയിരിക്കുന്നു. ലക്ഷ് നെറ്റിത്തടം ഒന്ന് ഒഴിഞ്ഞു. ശരി, സമ്മതിച്ചു, നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു. പക്ഷേ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് മഹി നീ എനിക്ക് ഉത്തരം നൽകിയേ പറ്റൂ. പിന്നെ ഈ ഒരു വീഡിയോയിൽ മഹി അവളുടെ കൈ പിടിച്ചപ്പോൾ അവൾ ദേഷ്യത്തോടെയാണ് തന്നോട് പ്രതികരിക്കുന്നുള്ളത്. മഹാദേവൻ സാർ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് താൻ എന്തിനാ ആ കുട്ടിയെ എൻ്റെ അച്ഛൻ്റെ ക്യാബിനിൽ എത്തിച്ചത്? അവിടെ ക്യാമറ ഇല്ലാന്ന് ശരിക്കും അറിയാവുന്നത് കൊണ്ടല്ലേ താൻ അവിടെ തന്നെ ചെന്നത്? അപ്പോൾ തൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ശരിയാണ്, ഞാൻ ചെയ്ത വലിയ തെറ്റായിരുന്നു അത്. ഞാനന്ന് അങ്ങനെ ചെയ്തതേ ഷാരി എൻ്റെ മുന്നിൽ എത്തിച്ച് എനിക്ക് പറയാനുള്ളത് കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയായിരുന്നു. നേരായ വഴിയിൽ ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ അവൾ കേൾക്കാൻ നിന്നില്ല. ഞാനും ഷാരിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ മേഘ അറിയാനിടയായി. ഞങ്ങളെ തമ്മിൽ പിരിക്കുക എന്ന ഉദ്ദേശത്തോടെ അവൾ അത് അച്ഛൻ്റെ ചെവിയിൽ എത്തിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടി അച്ഛൻ മറ്റൊരു പെൺകുട്ടിയെ നേരത്തെ കണ്ടുവച്ചിരുന്നു പോലും. അതിനാൽ അച്ഛന് ഞങ്ങളുടെ ബന്ധം ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കമല്ലായിരുന്നു. മേഘ അവളൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. കാര്യം സാധിക്കാൻ അവൾ എന്ത് വേണേലും ചെയ്യും. അമ്മയും അച്ഛനെയും അവൾ അവളുടെ വരുതിയിലാക്കിയിരുന്നു. മിക്കതും അവൾ നേടിയെടുക്കുന്നത് അമ്മയിലൂടെയായിരുന്നു. പക്ഷെ ഇക്കാര്യം അവൾ സാധിച്ചത് അച്ഛനിലൂടെയും. അവളുടെ കൂടെ കൂടി അമ്മ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ അച്ഛനും അവളും എനിക്കെതിരായി പ്രവർത്തിച്ചു. ഞാനും വിട്ടുകൊടുത്തില്ല, വാശിയോടെ നിന്നു. മേഘയുടെ മയക്കുമരുന്ന് ഉപയോഗം ഞാൻ കൈയോടെ പൊക്കിയതും ഞാൻ അതിനെ എതിർത്തതും നിന്നെ കിട്ടാൻ ഞാൻ ഒരിക്കലും അവളുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞതുമാണ് അവൾക്ക് എന്നോടുള്ള പകയ്ക്ക് കാരണം. അതവൾ ഷാരിയിലൂടെ തീർക്കുകയായിരുന്നു. അവൾക്ക് കിട്ടാത്ത പ്രണയം എനിക്ക് വേണ്ടെന്ന്. അവൾ ഡ്രഗ്സിൽ അത്രത്തോളം അഡിക്റ്റായി കഴിഞ്ഞിരുന്നു. ഷാരിയെ കണ്ടവൾ എന്തൊക്കെയോ വേണ്ടാതീനം എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ അവളോട് കാണിക്കുന്ന സ്നേഹം പോലും അവളുടെ ശരീരം മോഹിച്ചാണെന്നും എൻ്റെ കല്യാണം മറ്റൊരു പെണ്ണുമായി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നും ഒരിക്കലും എൻ്റെ ഫാമിലി അവളെ സ്വീകരിക്കില്ല എന്ന് കൂടി അറിഞ്ഞതോടെ അവൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഷാരിയുടെ അവഗണനയുടെ കാരണം അറിയാതെ ഞാൻ അവളുടെ പിറകെ ഒരുപാട് നടന്നു. സംസാരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്നപ്പോൾ ദേഷ്യത്തോടെ പെരുമാറിയിട്ടുണ്ട്. പിറകെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോ ക്ലിപ്സിൽ കാണുന്നത്. അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരവസരം കാത്തിരുന്നപ്പോഴാണ് അവൾക്ക് ഓവർ ടൈം ഡ്യൂട്ടി വരുന്നത്. അത് മനസ്സിലാക്കി ഞാൻ അമ്മാവൻ പോയ സമയത്ത് സെക്യൂരിറ്റിയുടെ സഹായത്തോടെ അമ്മാവൻ വിളിക്കുന്നു എന്നും പറഞ്ഞു അമ്മാവൻ്റെ ക്യാബിനിൽ എത്തിച്ചു. അമ്മാവനെ പ്രതീക്ഷിച്ച് അവൾ പെട്ടെന്ന് തന്നെ അവിടെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. തിരിഞ്ഞു പോവാൻ നിന്ന അവളുടെ കൈ ഞാൻ കീറി പിടിച്ച് നെഞ്ചോട് ചേർത്തു. അന്നേരം അവൾ പറഞ്ഞ വാക്കുകളൊക്കെയാണ് അതൊക്കെയും സത്യമാണ്. അത് കഴിഞ്ഞ് അവിടെ നടന്നത് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുമോ? മഹി ദയനീയമായി പറഞ്ഞു. ഞാൻ വിശ്വസിക്കും, നീ ധൈര്യമായി പറ. ലക്ഷ്മി മഹിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു. വെള്ളം കുടിച്ച മഹി തുടർന്നു. ഷാരി എൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറാൻ നോക്കിയപ്പോഴാണ് അവളുടെ കയ്യിലുള്ള ഫോൺ നിലത്തി വീണ് പൊട്ടുന്നത്. അന്നേരം ഞാൻ അവളെ ഇറുകെ പുണർന്നു.
അവളുടെ കയ്യിലേക്ക് ബലമായ ഒരു റിങ് ഇട്ട് കൊടുത്തപ്പോഴേക്കും അവളുടെ എതിർപ്പ് പതിയെ കുറഞ്ഞു വന്നു. അവൾ അവളുടെ വിരലിലെ മോതിരത്തിലേക്കും എൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. മഹിയുടെ ഓർമ്മകൾ അന്നേ ദിവസത്തിലേക്ക് പോയി. ഷാരി, എനിക്ക് നിന്നെ വേണം ഷാരി. അതേ ഷാരി, ഞാൻ നിന്നെ അത്രയ്ക്കും പ്രണയിക്കുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയാണ് എൻ്റെ സഹോദരി അങ്ങനെ പറഞ്ഞത്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. അതിനുശേഷം മഹി തൻ്റെ നിരപരാധിത്യം അവൾക്ക് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. ഷാരിക അന്നേരം എല്ലാം കേട്ടു നിന്നു. അന്നേരം കുറ്റബോധം കാരണം ഷാരികയുടെ കണ്ണ് നിറഞ്ഞു. അവൾ തിരിച്ചവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവരതുപോലെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ക്യാബിൻ്റെ ഡോർ തുറന്ന് മഹിയുടെ അച്ഛൻ പ്രതാപ് വരുന്നത്. അത് കണ്ടതും ഇരുവരും പെട്ടെന്ന് അകന്നു മാറുന്നുണ്ട്. മഹി, എന്താ ഇത്? ഇതൊരു ഓഫീസാണ്, അല്ലാതെ മൂന്നാംകിട ലോഡ്ജല്ല. പ്രതാപ് മഹിയുടെ നേരെ തിരിഞ്ഞു. മഹി ഒന്നും മിണ്ടിയില്ല. മുറിയിൽ മൗനം തളം കെട്ടി നിന്നു. ദേഷ്യമൊക്കെ ഒന്നും തണുത്തതും പ്രതാപ് മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താ മഹി ഇത്? എല്ലാവരെയും നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം? നീ 2 ദിവസമായി വീട്ടിൽ വന്നിട്ട് നിന്നെ കാണാതെ നിന്റെ അമ്മ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അത് കേട്ടതും മഹി ആളെ പുച്ഛത്തോടെ നോക്കി. മഹി, നിനക്ക് ഈ കുട്ടിയെ മറക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? അതേ അച്ഛാ, എനിക്ക് ഇവളില്ലാതെ പറ്റില്ല, അവൻ തീർത്തും പറഞ്ഞു. അത് കേട്ട് അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ശരി, നിന്റെ ആഗ്രഹം എന്താണോ അത് തന്നെ നടക്കട്ടെ. ഞാനോ നിന്റെ അമ്മയോ ഇന്നേ വരെ നിന്റെ ഒരു ആഗ്രഹത്തിനും എതിര് നിന്നിട്ടുണ്ടോ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓരോന്നും ചെയ്തത്. പക്ഷെ നീ അത് മനസ്സിലാക്കില്ല. പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതുപോലെ ഓഫീസിൽ വെച്ച് ഓരോന്ന് ചെയ്തു വെച്ച് ആൾക്കാരെ കൊണ്ട് അതും ഇത് പറയിപ്പിക്കല്ലേ. മഹാദേവനെങ്ങാനും ഇതറിഞ്ഞാൽ ഇതൊന്നും അംഗീകരിച്ച് തരില്ല. ഞാൻ ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെയും സംസാരിക്കാം, എന്നിട്ട് മതിയൊക്കെയും. അയാൾ ഷാരിയൊന്ന് നോക്കി. ഇതൊക്കെ കേട്ട മഹിയും ഷാരിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇത് കേട്ട് മഹി തൻ്റെ അച്ഛനെ ഇറുകെ പുണർന്നു. ഇനി കുട്ടി വീട്ടിലേക്ക് ചെന്നോളൂ, പ്രതാപ് ഷാരിയെ നോക്കി പറഞ്ഞു. അച്ഛാ, നേരെ ഇത്രയൊക്കെ വൈകിയ സ്ഥിതിക്ക് ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വന്നാൽ മതിയോ? അത് കേട്ട പ്രതാപ് ഷാരിയോട് ചോദിച്ചു, കുട്ടി എവിടെയാ താമസം? ഞാൻ അമ്മാവൻ്റെ വീട്ടില, ഗാന്ധിനഗറില, 2nd സ്ട്രീറ്റ്, അവൾ പതിയെ പറഞ്ഞു. എന്നാൽ മഹി വീട്ടിലേക്ക് ചെന്നോളൂ, ഈ കുട്ടിയെ ഞാൻ വീട്ടിലെത്തിച്ചോളാം. എനിക്ക് ഈ കുട്ടിയുടെ അമ്മാവനെ പരിചയപ്പെടുകയും ചെയ്യാലോ. അത് കേട്ട മഹി ഷാരി ഒന്ന് നോക്കിയപ്പോൾ അവൾ അവനോട് കണ്ണുകൊണ്ട് ഞാൻ പൊക്കോളാം, നിങ്ങൾ പൊയ്ക്കോ എന്ന പോലെ കാണിച്ചു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, ഞാനിവിടെ ഒക്കെയും ക്ലോസ് ചെയ്തിട്ട് വരാമെന്ന് പ്രതാപ് പറഞ്ഞതും മഹി ഷാരിയും കൂട്ടി ഓഫീസിന് പുറത്തെത്തി. അത്രയും പറഞ്ഞ് മഹി നിർത്തി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ലക്ഷ് ബാക്കി അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. അച്ഛൻ്റെ കൂടെ ഷാരി കാറിൽ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്കും പുറപ്പെട്ടു. അവളുടെ ഫോൺ പൊട്ടിയതിനാൽ പിന്നീട് എനിക്ക് അവളെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റിയില്ല. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചെത്തി. പക്ഷേ ഞാൻ അന്നേരം ഒന്നും ചോദിച്ചില്ല, കാരണം വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഓഫീസിലേക്ക് വന്നില്ല. പിന്നീടാണ് ഞാൻ അവൾ കൊല്ലപ്പെട്ട വിവരം അറിയുന്നത്. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന നിലയിൽ ഓഫീസിൽ പോലീസ് അന്വേഷണത്തിന് വന്നിരുന്നു. ഫേമിൻ്റെ ഗുഡ്വില്ലിനെ ഇത് ബാധിക്കുമെന്ന് ഓർത്ത് അവൾ അന്നേ ദിവസം ലീവായിരുന്നു എന്ന് എല്ലാവരും കൂടി വരുത്തി തീർത്തു. ചില വർക്കേഴ്സ് കള്ളമൊഴിയും നൽകി. അതോടെ അന്വേഷണം വഴിമാറിപ്പോയി. അന്നത്തെ CCTV ദൃശ്യങ്ങൾ മുഴുവനും ആരോ മനഃപൂർവ്വം എടുത്തു മാറ്റി. ചിലപ്പോൾ അച്ഛനാവാം, അല്ലെങ്കിൽ അമ്മാവൻ. പക്ഷേ അമ്മാവന് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഞാനും അവളും തമ്മിലുള്ള റിലേഷൻ പുറത്തറിയാത്തത് കൊണ്ട് എനിക്ക് നേരെ ഒരു ചോദ്യവും വന്നില്ല. മഹി പറഞ്ഞു നിർത്തി. ഓഹോ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. കേസ് ഭയന്ന് മഹി മൗനം പാലിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ നല്ലത്. എന്നാലും മഹിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ? മഹി തൻ്റെ അച്ഛനോട് ചോദിച്ചില്ലേ അവളെ വീട്ടിൽ ഇറക്കിയോ എന്ന്? അവളന്ന് വീട്ടിലെത്തിയെങ്കിൽ അവളുടെ മൃതദേഹം പിന്നീട് എങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. മഹി പതിയെ പറഞ്ഞു. എന്നിട്ട് മഹിക്ക് തൃപ്തികരമായ മറുപടി കിട്ടിയോ? ലക്ഷ് വിട്ടില്ല. ഇത്തരം കാര്യത്തിൽ തെറ്റ് ചെയ്തത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം മഹി. ലക്ഷിന് അന്നേരം മഹിയോട് പുച്ഛമാണ് തോന്നിയത്. ഇല്ല ലക്ഷ്, എൻ്റെ അച്ഛൻ അത് ചെയ്യില്ല. അച്ഛൻ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റും ലക്ഷ്. അച്ഛനുണ്ട് അതുപോലൊരു മകൾ. ആ അച്ഛൻ അതൊരിക്കലും ചെയ്യില്ല. എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു, ഒരിക്കലല്ല ഒരുപാട് തവണ. അന്നേരമാണ് അച്ഛൻ പറയുന്നത് ഞാൻ പോകുന്നതും അവൾ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് തിരികെ ഇറങ്ങിയെന്ന്. അന്നേരം അവൾ അച്ഛനോട് പറഞ്ഞത്രേ തന്നെ ഇപ്പം കൊണ്ടുവിടണമെന്നില്ല, ഓട്ടോയിൽ പൊക്കോളാന്ന്. താനിപ്പോൾ സാറിൻ്റെ വണ്ടിയിൽ വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങിയ അമ്മാവനക്ക് അത് ഇഷ്ടമായെന്ന് വരില്ലെന്നും. അത് കേട്ടത് അച്ഛന് മറുത്തൊന്നും പറഞ്ഞില്ലെന്നും പിന്നീട് അച്ഛൻ തിരികെ മടങ്ങിയെന്നും. ഞാൻ കുറേ പറഞ്ഞതാ എനിക്ക് നിയമപരമായി അന്വേഷിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ അത് വിലക്കി. അവസാനം എല്ലാം കൂടി എൻ്റെ മേലെ വന്ന് ചേരിയെന്നും പിന്നെ കുടുംബത്തോടെ നമ്മൾ കുടുങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഇതില്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. ഞാനാണ് തെറ്റുകാരൻ. ആരെയും കാത്തു നിൽക്കാതെ ഞാൻ അവളെ അന്ന് വീട്ടിൽ സേഫായി എത്തിക്കണമായിരുന്നു. എങ്കിൽ അവൾക്ക് ഗതി വരില്ലായിരുന്നു. ഞാൻ ചെയ്ത ആ തെറ്റിന് ഞാൻ ഇന്ന് സ്വയം ശിക്ഷ നടപ്പിലാക്കുവാണ്. അതാണ് എൻ്റെ ഈ ഏകാന്ത ജീവിതം. അവളുടെ ഓർമ്മകളിൽ ഞാനിന്ന് ഉരുകി ജീവിക്കുന്നു. അവളിപ്പോഴും എൻ്റെ കൂടെയുണ്ട്. മഹിയുടെ കണ്ണ് അന്നേരം ഈറനണിഞ്ഞു.
മഹി മഹി പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം മഹി എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിനിടയിൽ എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ബാക്കി അറിയണമെങ്കിൽ മഹി കൂടി ഞങ്ങളുടെ കൂടെ സഹകരിച്ചേ പറ്റൂ. അപ്പോഴേക്കും ഗൗതം, അർജുൻ, മിഥുൻ ഇവരൊക്കെ അകത്ത് നിന്ന് വന്നു. എല്ലാവരെയും മഹി മാറി മാറി നോക്കി. അകത്ത് നിന്നും മൂവരും മഹി പറഞ്ഞ കഥകളൊക്കെയും ലൈവായി വീഡിയോ മുഖേന കണ്ടിരുന്നു. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടിയോ? മഹിയെ പൊക്കിയ പോലെ മഹിയുടെ അച്ഛനെ പൊക്കി സത്യം പറയിപ്പിക്കുക അതത്ര പോസിബിൾ അല്ല. സോ ആ വഴി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുമല്ല, അറിഞ്ഞിടത്തോളം പ്രതാപൻ അങ്കിൾ ആളൊരു മാന്യനാണ്. ലക്ഷ് തൻ്റെ ഭാഗം പറഞ്ഞു. ലക്ഷ് പറഞ്ഞു കഴിഞ്ഞതും മിഥുൻ തൻ്റെ അഭിപ്രായം പറയാനായി തുടങ്ങി. അച്ചുവേട്ടാ, എനിക്ക് സംശയം ആ സെക്യൂരിറ്റിയാണ്. മഹിയേട്ടനും ആ പെൺകുട്ടിയും അവിടെയുള്ള വിവരം എങ്ങനെയാണ് മഹിയേട്ടൻ്റെ അച്ഛൻ അന്നേരം അറിഞ്ഞു? അയാൾക്കിട്ടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ച അയാൾ തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറയും. അത് കേട്ട് ലക്ഷ് പറഞ്ഞു, നോ, ഇനിയും അടിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കാം. ചിലപ്പോൾ നമുക്ക് ഇന്ന് രാത്രി തന്നെ യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കാൻ പറ്റിയെന്ന് വരാം. അത് കേട്ട് എല്ലാവരും ലക്ഷിൻ്റെ മനസ്സിൽ എന്താണെന്നറിയാൻ വേണ്ടി കാതോർത്തിരുന്നു. ലക്ഷ് തൻ്റെ പ്ലാൻ അവരോടും കൂടി പറഞ്ഞു. ലക്ഷ്യം ബാക്കിയുള്ളവരും സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട മുറിയിലേക്ക് നടന്നു. ശേഷം മിഥുനോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇയാളെ ശ്രദ്ധിച്ചേക്കണം. ഒരു കാരണവശാലും ഇയാൾ രക്ഷപ്പെടാൻ പാടില്ല, കേട്ടല്ലോ? ഇയാൾ ആ ചെയറിലങ്ങ് കെട്ടിയിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ രക്ഷപ്പെട്ടേക്കാം. അത് കേട്ടതും അർജുൻ അയാളെ ആ ചെയറിൽ കെട്ടിയിട്ടു. പക്ഷെ ആ കെട്ട് അയാൾക്ക് എളുപ്പത്തിൽ അഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. ശേഷം മിഥുൻ ഒഴികെ ബാക്കി 3 പേരും അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയ ലക്ഷ് അർജുനോടും ഗൗതമിനോടും പറഞ്ഞു, ഇപ്പോൾ സമയം 8 മണി ആയതല്ലേ ഉള്ളൂ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാതെ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവില്ല. ശിവാനി കുറേ നേരമായി വിളിക്കുന്നു. ഞാൻ ഇതുവരെയായിട്ടും കോൾ എടുത്തില്ലായിരുന്നു. സോ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വന്നാലോ? ലക്ഷ് അത് പറഞ്ഞതും ബാക്കി 2 പേരും അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. എനിക്കുണ്ട് കെട്ടിയോൾ. ഗൗതം ലക്ഷ്ണിട്ട് കൊട്ടി. അവളുടെ 25 മിസ്ഡ് കോൾ ദേ എൻ്റെ ഫോണിലും കിടപ്പുണ്ട്. കെട്ടിയില്ലേലും ദീപ, എനിക്ക് അതുക്കും മേലെയാ. ഇന്ന് ഞാൻ അവളെ കാണാൻ വരാമെന്ന് പറഞ്ഞതായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഞാൻ നിനക്ക് വേണ്ടി ഇതിൻ്റെ പിറകെ നടന്നു. നിനക്കറിയോ, അവളിപ്പോൾ എന്നോട് പിണങ്ങിയിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഈ മിസ്ഡ് കോൾഡിൻ്റെ കണക്ക് പറയാനൊന്നുമില്ല. എന്നിട്ട് അവനിപ്പോൾ നമ്മളെ ഇവിടെ നിർത്തിയിട്ട് കെട്ടിയോളുമൊത്ത് റൊമാൻസിക്കാനുള്ള പരിപാടിയില്ല. നടന്നത് തന്നെ. അർജുനുണ്ടോ വിടുന്നു? എടാ, അവൾ പ്രഗ്നൻ്റ് അല്ലേടാ. ലക്ഷ് സെൻറ്റി ഇറക്കി. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അർജുൻ്റെ പറച്ചിൽ കേട്ട് ഗൗതമിന് ചിരി വന്നുവെങ്കിലും ഗൗരവത്തിൽ തന്നെ നിന്നു. അതിന് ഉത്തരവാദി ഞാൻ തന്നെയാ. പക്ഷേ രാവിലെ വരാൻ നേരം അവൾക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോന്നതാ. ശോ, ഇന്ന് ഞാൻ തീർന്നു തന്നെ. ഞാനെന്നാ ഒരു കാര്യം ചെയ്യട്ടെ. മാളു അവിടെ ഒറ്റക്കാണല്ലോ. ശിവാനി അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം. എന്തേ? ലക്ഷ് ചോദിച്ചു. വന്നാ മതി. ഗൗതം വീണ്ടും കൊട്ടി. വരും, ഉറപ്പായും വരും. ഇത്തിരി പതുക്കെയാണെന്ന് മാത്രം. അവളുടെ പിണക്കൊക്കെ തീർത്തിട്ട്. ഓക്കെ, പിന്നെ നിങ്ങളെ ഒന്ന് മാറി നിൽക്കണം കേട്ടോ. വരുന്ന ആൾക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള അറിവുണ്ടാകാൻ പാടില്ല. ഓക്കെ, അതും പറഞ്ഞു ലക്ഷ് അവിടെ നിന്ന് പോയി. കോളിംഗ് ബെൽ കേട്ട ശിവാനി ലക്ഷാണെന്ന് ഉറപ്പുവരുത്തി ഡോർ തുറന്നു. ലക്ഷ അവൾക്ക് മനോഹരമായ ചിരി സമ്മാനിച്ചപ്പോൾ ശിവാനി മുഖം കോട്ടി പുറം തിരിഞ്ഞ് നടന്നു. ശിവാനിയുടെ വീർത്ത മുഖം കണ്ട ലക്ഷ്മിന് മനസ്സിലായി അവളുടെ മൂഡ് അത്ര ശരിയല്ലെന്ന്. ശിവാനി അവനെ ശ്രദ്ധിക്കാതെ സോഫയിൽ ഇരുന്ന് TV കാണാൻ തുടങ്ങി. എന്തെങ്കിലും സോപ്പിട്ട് അവളെ ഒന്ന് ഓക്കെ ആക്കിയെടുക്കുക എന്ന് കരുതിയ ലക്ഷ് അവളുടെ അരികിൽ ഇരിക്കാനായി ചെന്നതും അവൾ അതിന് തടസ്സം വരുത്തി കാല് നീട്ടി വെച്ചതും ലക്ഷ് ചെറുതായൊന്ന് ചമ്മി. അവളുടെ കാല് പൊക്കി വെച്ച് അവിടെ ഇരുന്ന് അവളുടെ കാലെടുത്ത് മടിയിൽ വെച്ചതും ശിവാനിക്ക് മനസ്സിലായി അയാളുടെ അടുത്ത പരിപാടി എന്താണ്. അത് മനസ്സിലാക്കി അവൾ എഴുന്നേക്കാൻ നേരാണ് അവൻ അവളുടെ കാലൊക്കെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം ശിവാനിക്ക് നല്ല സുഖം തോന്നി. അതിനാൽ എഴുന്നേക്കാനും തോന്നിയില്ല. പക്ഷെ തോറ്റു കൊടുക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. അതിനാൽ അവനെ ശ്രദ്ധിക്കാതെ അവൾ TVയിലെ ത്രില്ലർ മൂവിയിലേക്ക് ശ്രദ്ധ കൊടുത്തു. എൻ്റെ ശിവാനി, എന്തിനാ ഇതൊക്കെ കാണുന്നത്? ആ ചാനലൊന്ന് മാറ്റിക്കേ. എന്നിട്ട് നല്ല മെലോഡിയസ് ആയിട്ടുള്ള റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്യൂ. ഈ സമയത്തെ നല്ല പാട്ട് കേൾക്കുന്നത് നല്ലതാ. എൻ്റെ കൊച്ച് പാട്ട് കേട്ട് വളരട്ടെ. അല്ലാതെ ഇതുപോലുള്ള വയലൻസ് ഒക്കെയും കണ്ട് നീ എൻ്റെ കൊച്ചിനെ കൂടി പേടിപ്പിക്കല്ലേ. കൊച്ചിനോട് മാത്രമേ ഇപ്പോൾ സ്നേഹമുള്ളൂ. ഞാൻ പിന്നെ നിങ്ങളുടെ ആരുമല്ലല്ലോ. എൻ്റെ ശിവാനി, ഞാൻ നിന്നെ മറന്നതല്ല, കുറച്ച് ബിസി ആയിപ്പോയി. അതാണ്. ലക്ഷ അവളോടൊന്നും തുറന്നു പറഞ്ഞില്ല. അവൾക്ക് ഈ ടൈമിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങളുടെ ആ ഫോണെ എടുത്ത് കിണറ്റിലിടാൻ നോക്ക്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എത്ര തവണ വിളിച്ചു. മതി കാല് തിരുമിയത് എന്നും പറഞ്ഞ് അവൾ കാല് പിൻവലിച്ചു. ശരി, സമ്മതിച്ചു. സോറി. ശിവാനി കൊച്ചു വന്നേ. എന്നിട്ടേ ചേട്ടന് നല്ലൊരു കോഫി ഇട്ട് തന്നേ. സൗകര്യമില്ല. കോഫി ഇടാൻ എന്തിനാ ശിവാനി സൗകര്യം? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, വാട്ടർ ഇതൊക്കെ പോരെ? നല്ല ഫ്രഷ് കോമഡി. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ വയറ്റിലിരിക്കുന്ന കൊച്ചിൻ്റെ അവസ്ഥ. എൻ്റെ കൊച്ച്, നിൻ്റെ പപ്പ ഇങ്ങനെയാ. റൊമാൻസ് കൂടിയാ അങ്ങനെയൊക്കെ വെളിവില്ലാതാവും. ശിവാനി തൻ്റെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
അത് കേട്ട ലക്ഷ് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവളെ വട്ടം ചുറ്റി പിടിച്ചു വയറിൽ ചുംബിച്ചു. എൻ്റെ ചുന്ദരിക്കുട്ടി ഇതൊന്നും കേട്ട് വിശ്വസിക്കരുത്. വാവിയുടെ പപ്പ ഹീറോയാണ്. അമ്മയുടെ മുന്നിൽ ഇപ്പോൾ ഇച്ചിരി താണ് കൊടുക്കുന്നതാണ്. പാവല്ലേന്ന് കരുതി. ഹീറോ അല്ല, സീറോയാ. ശിവാനി വിട്ടില്ല. ആ പിന്നെ സീറോ അത് നീയാണ്. വാവക്കറിയോ, എൻ്റെ മുന്നിൽ പേടിച്ച് വരച്ച നിന്ന ആളാണ് ദേ ഇരിക്കുന്ന വാവയുടെ അമ്മ. ഇപ്പോൾ പിന്നെ പപ്പ ഒന്നും പറയില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ പപ്പയ്ക്കിട്ട് ചാമ്പുന്നതാ. എന്ത് ചെയ്യാം, ഇപ്പം എൻ്റെ കുഞ്ഞ് അവളുടെ വയറിനകത്ത് ഇരിക്കുവാണല്ലോ. ഇല്ലെങ്കിലേ ഞാൻ ആരാണെന്ന് അവൾക്ക് അറിയിച്ചു കൊടുക്കായിരുന്നു. പിന്നെ ഭിത്തിയില്ലെന്ന് വടിച്ചടിക്കേണ്ടി വന്നേനെ. അത് കേട്ടതും ശിവാനിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ്റെ കവിളിൽ കുഞ്ഞു കടി കൊടുത്തുകൊണ്ട് അവൾ പ്രതിഷേധം അറിയിച്ചു. ഞാൻ വിചാരിക്കുമായിരുന്നു എന്തേ ഇന്നത്തെ കടി വന്നില്ല എന്ന്. ദിവസവും 3 നേരം വീതം ഓരോ കടി എനിക്ക് പതിവാണല്ലോ. കഴിഞ്ഞ ജന്മം നീ പട്ടിയായിരുന്നു എന്നതിലെ എനിക്കൊരു സംശയവുമില്ല. പട്ടി നിങ്ങളുടെ കുഞ്ഞമ്മ. എൻ്റെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ നോക്ക്, ഇല്ലല്ലേ ഞാൻ ഇനിയും കടിക്കും. അത് കേട്ടതും ലക്ഷ് അവളുടെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ നേരം അവളുടെ മാറിൽ അമർത്തി കഴിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു, എനിക്കറിയാട്ടോ നല്ല ഒന്നാം തരം കടി തരാൻ. അവൻ മടിയിൽ നിന്ന് എഴുന്നേറ്റതും അവൻ കടിച്ച ഭാഗം കൈകൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. പിന്നാലെ ലക്ഷ്യം. അടുക്കളയിലെത്തിയ ശിവാനി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച ശേഷം ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. തന്നെ ശ്രദ്ധിക്കാതെ ആപ്പിൾ കഴിക്കുന്ന ശിവാനിയുടെ കയ്യിൽ നിന്നും ആപ്പിൾ വാങ്ങി ഒന്ന് കടിച്ച ശേഷം അവൻ അടുക്കള മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. അല്ല ശിവാനി, ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? നല്ല പച്ചവെള്ളമുണ്ട്, അത് മതിയോ? ശിവാനി മറുപടി കൊടുത്തു. പച്ചവെള്ളം എങ്ങനെയാണ് കഴിക്കുക? ചവച്ചരച്ച് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. ആഹാ കൊള്ളാലോ, നിനക്ക് ചളിയടിക്കാനൊക്കെ അറിയാമല്ലേ ശിവാനി? പക്ഷേ ചളിക്കും വലിയ നിലവാരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓ പിന്നെ നിങ്ങൾ കൗണ്ടർ അടിയുടെ രാജാവാണല്ലോ, നമിച്ചു. അല്ല ശിവാനി, ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ചേച്ചി വന്നില്ലായിരുന്നു? വന്നു. ഞാൻ പറഞ്ഞു ഇന്നൊന്നും ഉണ്ടാക്കേണ്ടെന്ന്, അതുകൊണ്ട് അവരൊന്നും ഉണ്ടാക്കാതെ പോയി. ഉണ്ടാക്കേണ്ടെന്നോ? അതെന്താ? അപ്പോൾ നീ ഇന്നൊന്നും കഴിച്ചില്ലേ? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ എനിക്കോ? ഞാനൊന്നും കഴിച്ചില്ല ശിവാനി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ. നല്ല ബെസ്റ്റ് ഭാര്യ. ഈ വർഷത്തെ മാതൃകാ ഭാര്യയ്ക്കുള്ള അവാർഡ് വല്ലതുണ്ടെങ്കിൽ നിന്നെ കൂടി പരിഗണിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി, എനിക്ക് നിർബന്ധമില്ല. അല്ലെങ്കിലും ഭാര്യയുടെ ഒരു സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് ഈ കുക്കിംഗ് വശം ഉണ്ടാവുള്ളൂ. അതിലൊരു തിരുത്ത് വേണം ശിവാനി. ഭാര്യയെ പേടിയുള്ള ഭർത്താവ് എന്നാക്കിയാൽ നന്നായിരിക്കും. ഒരിക്കലുമില്ല, പാചകം ഒരു കലയാണ് ലക്ഷ്യ സാറേ. ലക്ഷ്യ സാർ അവിടം വരെ എത്തിയല്ലേ? ഇഷ്ടമായി, പെരുത്തി ഇഷ്ടമായി. സ്നേഹം അതെനിക്കുണ്ട്, പക്ഷേ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അറിയില്ല എന്നാ നിങ്ങൾക്കുള്ള ടാസ്ക്കാണിത്. ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കൂന്നേ. എന്നാൽ ഞാൻ സമ്മതിക്കാം നിങ്ങളൊരു ഒന്നാന്തരം ആണാണെന്ന്. അതിനും തെളിയാൻ എന്തിരിക്കുന്നു ശിവാനി? അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ഓ അതിന് വലിയ കഴിവൊന്നും വേണ്ട എൻ്റെ സാറേ, അത് ഏത് മരങ്ങോടനും പറ്റുന്ന കാര്യമാണ്. അയാൾ കൂടുതൽ വാചകമടിച്ച് നിൽക്കാതെ വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. എനിക്ക് വിശക്കുന്നു. നീയല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ടത് നീ ഉണ്ടാക്കി കഴിച്ചുവെന്ന്? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ദേ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്ക്. നിങ്ങളുടെ കുഞ്ഞ് ഇന്ന് മുഴുവനും പട്ടിണിയായിരുന്നു. നിങ്ങൾ ഡെലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി എന്നെ ഹാപ്പി ആക്കിയാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. ഇല്ലെങ്കിൽ പ്രതിഷേധം ആളിക്കത്തും. ഇത് വെറും സൂചന മാത്രം. എൻ്റെ രക്തം തിളക്കുവാണ്. അല്ല ശിവാനി, നിങ്ങൾ കുടുംബത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അല്ലേ? മുദ്രാവാക്യമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആണല്ലോ സഖാവേ. സഖാവ് ഒരു കാര്യം ചെയ്യും, എനിക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നെ. ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു ഭർത്താവിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന്. ഇപ്പോഴല്ലേ അവസരം വന്നത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലേ സഖാവേ. ഫ്രൈഡ് റൈസ് ഓക്കെ. ചിക്കൻ ഉണ്ടാവോ സഖാവേ റൈസ് എടുക്കാൻ? ഇല്ലല്ലോ സഖാവേ, വെജ് മതി. ഓ ആയിക്കോട്ടെ, എന്നാ സഖാവ് പോയി നേരത്തെ കണ്ടുകൊണ്ടിരുന്ന മൂവി കണ്ടിന്യൂ ചെയ്തോളൂ. 1 മണിക്കൂറിനുള്ളിൽ ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ് ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. ലക്ഷ് വേറെ വഴിയില്ലാതെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഈ ലക്ഷ്യ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം വല്ലതുണ്ടോ? കണ്ടറിയാം എന്നും പറഞ്ഞു ശിവാനി അടുക്കള വിട്ടതും ലക്ഷ് ഗൗതമിന് കോൾ ചെയ്തു. ജാങ്കോ നീ അറിഞ്ഞോ, ഞാൻ പെട്ടടാ. ലക്ഷ് ആദ്യം തന്നെ അവനോട് പറഞ്ഞത് ഇതായിരുന്നു. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതും മറുതലക്കൽ നിന്നും പൊട്ടിച്ചിരി ഉയർന്നു. നിനക്ക് അത് തന്നെ വേണം, അർജുൻ അവിടെ നിന്ന് പറയുന്നത് ലക്ഷ് കൃത്യമായി കേട്ടു. എടാ നീ വല്ല സ്വിഗ്ഗിന്നോ സൊമാറ്റോന്നോ ഓർഡർ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്ക്, ഗൗതം പറഞ്ഞു. എന്നിട്ട് വേണം അവളെൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്താൻ. നടക്കില്ല മോനെ, ലക്ഷ് നിസ്സഹായ അവസ്ഥയോടെ പറഞ്ഞു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, യൂട്യൂബ് നോക്കി തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കി പെട്ടെന്ന് ഇങ്ങ് പോരാ നോക്ക്. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്ന് വെച്ചാലേ അധികമായാൽ അമൃതം വിഷം. ഭാര്യയോടെ ഞങ്ങൾക്കുണ്ട് സ്നേഹം, പക്ഷെ ഇച്ചാതി. പിന്നെ നീ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് എടുത്തോ. ഇവിടെ മനുഷ്യൻ വിശന്ന് കുടൽ കരിഞ്ഞ് നിൽക്കുക എന്നും പറഞ്ഞ് ഗൗതം കോൾ കട്ട് ചെയ്തു.
ഷെടാ, ഇവള് കണ്ണി കണ്ട ഫാമിലി വ്ളോഗർമാരുടെ വീഡിയോസും കണ്ട് എനിക്ക് പണി തരാൻ ഇറങ്ങിയിരിക്കുക. അവന്മാർ കോണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് കരുതി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ ഇത്? ഈ യൂട്യൂബർമാരെ കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്നും പറഞ്ഞു യൂട്യൂബേഴ്സിനെ പ്രാഗിക്കൊണ്ട് യൂട്യൂബ് തുറന്ന് അതിൽ ഫ്രൈഡ് റൈസ് മേക്കിംഗ് വീഡിയോ കാണാൻ തുടങ്ങി. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തുലക്കൻ്റെ അമ്മച്ചിയെ, 1 മിനിറ്റിൻ്റെ കാര്യം 1 മണിക്കൂർ കൊണ്ട് പറയുന്ന അമ്മച്ചിയെ നമിച്ചു എന്ന് പറഞ്ഞു ശേഷം ഷോർട്സ് വീഡിയോ കണ്ട് കുക്കിംഗ് ആരംഭിച്ചു.